കൊടും ചൂടിൽ വലയുകയാണ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഷാരിഖ് നവാസ് പാലക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാരിഖ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയും 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില എത്തിയിരിക്കുന്നു. ഇത് ഈ ചൂട് സീസണിന്റെ തുടക്കം മാത്രമാണ്. ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്. എന്താണ് വിവരങ്ങൾ? ദിൽന പറഞ്ഞതുപോലെ വെന്തുരുകുകയാണ് പാലക്കാട്. കാരണം വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇന്ന് ഉച്ച 2 മണിയോടെ 40 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ജില്ലയിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയ തരത്തിൽ വീണ്ടും, അതായത് ഈ സീസണിൽ തന്നെ 2ാം തവണയാണ് 40 ഡിഗ്രിയിലേക്ക് കടക്കുന്നത്. ഇത് പാലക്കാട് ഇപ്പോൾ ജില്ലാ കളക്ടർ വീണ്ടും ഒരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം ഈ ചൂട് കൂടുകയാണ്, യെല്ലോ അലർട്ട് തുടരുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ആളുകൾ കർശനമായി ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇപ്പോൾ PRD വഴി നമുക്ക് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. കർശന നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കണം. പുറത്തേക്കുള്ള യാത്രകൾ, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ, അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ജിഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമയത്തിൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഈ സമയം നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സൂര്യാഘാതമോ മറ്റോ ഏൽക്കുകയാണെങ്കിൽ ഉടനടി തന്നെ ചികിത്സ തേടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദിൽന. ശരി ഷാരിഖ്, പാലക്കാട് മാത്രമല്ല മറ്റു 11 ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഉച്ചസമയത്ത് ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.